ഇപ്പൊ ലേഡീസിന് തോന്നുന്ന ഒരു ആശങ്കയാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്താണ്, ആരൊക്കെ ഇത് ചെയ്യുക, എന്തിനാ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണത്? ഗർഭാശയ മുഖമായിട്ടുള്ള സെർവിക്സിൽ ക്യാൻസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ സെർവിക്സിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കോശങ്ങൾ നീക്കം ചെയ്ത് അവിടെ എന്തെങ്കിലും ക്യാൻസറസ് ഗ്രോത്തോ ട്യൂമറോ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന HPV ഇൻഫെക്ഷന്റെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു ദീർഘകാല ബുദ്ധിമുട്ടിലേക്കൊന്നും മാറാറില്ല. 21 വയസ്സിന് മുകളിലുള്ള 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾ 3 വർഷത്തിലൊരിക്കലാണ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാലോ, സെർവൈക്കൽ ക്യാൻസർ നമുക്ക് തുടക്കത്തിൽ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിട്ടുള്ള പാപ്സ്മിയർ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്താൽ ഈ സെർവൈക്കൽ ക്യാൻസർ ഒരുപാട് അഡ്വാൻസ് ചെയ്യാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ കഴിയും. പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? പീരിയഡ്സ് ടൈമിൽ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യരുത്. ടെസ്റ്റിന്റെ 24 മണിക്കൂർ മുന്നേ സെക്ഷൽ ഇന്റർകോഴ്സ് പാടുള്ളൂ. വെജൈനൽ വാഷോ ക്രീമോ അങ്ങനത്തെ എക്സ്റ്റേണൽ ഡോഷിങ്ങോ ഒന്നും ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ 24 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ HPV വാക്സിനേഷൻ എടുത്തവരാണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും ചെയ്യണം.